പ്രൈസ് ദ ലോർഡ്. ആദ്യമേ തന്നെ ഞങ്ങളെ കുടുംബമായി ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ നിന്ന് സാക്ഷി പറയാൻ ഇടയാക്കിയതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു. എൻ്റെ പേര് രശ്മി, ഇത് ഹസ്ബൻഡ് സിജു, ഇത് മക്കൾ മോൾ സേറ, ഇത് മോൻ സ്റ്റീവ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ജാക്കബേറ്റ് ഇടവാംഗങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും നഴ്സിംഗ് പ്രൊഫഷനാണ്. ഞങ്ങൾ 10 വർഷമായി കുവൈറ്റിലായിരുന്നു. 2024 മാർച്ചിലാണ് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലെത്തിയത്. അത് ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. 2023 ജൂണിലാണ് ഞാൻ ആദ്യമായി കുവൈറ്റിൽ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ ഹസ്ബൻഡ് രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. അത് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 2024 മാർച്ചിൽ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം എനിക്ക് ഓഗസ്റ്റിൽ ന്യൂസിലാൻഡിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ ജൂലൈയിൽ വന്ന്, അതുവരെ ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിതത്തിലായിരുന്നു. ജൂലൈയിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിപ്പിച്ച് അച്ഛൻ എനിക്കൊരു ലോക്കറ്റ്, മാതാവിൻ്റെ ലോക്കറ്റ് തന്നു. അതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. പ്രാർത്ഥനയും സ്വീകരിച്ചിട്ട് ഞാൻ ഓഗസ്റ്റിൽ ന്യൂസിലാൻഡിലേക്ക് പോയി. ഞാൻ ക്യാബ് കോഴ്സ് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണമായിരുന്നു ഞാൻ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് ജോലി ലഭിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന കാര്യം മാതാവിനോട് ഈശോയോടും എനിക്ക് അവിടെ ചെല്ലുമ്പോഴും ഇതേപോലെ എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും എനിക്കൊരു വീട് ഒരുക്കി തരണമേ എന്നുള്ളതായിരുന്നു. എൻ്റെ പ്രാർത്ഥന പോലെ തന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു വീട് അവിടെ ഒരുക്കി തന്നു. അവരുടെ കൂടെ എനിക്ക് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുവാനും, ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു വൈകുന്നേരം ഇരുന്ന് ജപമാല ചൊല്ലുന്നതും പ്രാർത്ഥന ചൊല്ലുന്നതും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരും എൻ്റെ കൂടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കുടുംബത്തിലെ കുടുംബനാഥനായ ചേട്ടൻ പ്രാർത്ഥന ഏറ്റെടുത്ത് ചൊല്ലുകയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുകയും ഞങ്ങളുടെ കുടുംബ ജപമാലയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കൃപാസന ഉടമ്പടി പ്രാർത്ഥനയും ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. അത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അവരും കൂടെ ആ പ്രാർത്ഥനയിലോട്ട് ജോയിൻ ചെയ്തു. അവർക്കും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അവിടുത്തെ മക്കൾ സ്കൂളുകളിൽ എക്സാമിന് പോകുമ്പോഴും അവർ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഒക്കെ ഞാൻ കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ക്യാബ് കോഴ്സ് 1 മന്ത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് ശേഷം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. അവിടെ 1 മാസത്തോളം ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവിടെ അന്ന് നഴ്സുമാർക്ക് നോ വേക്കൻസി ആയിരുന്നു. എനിക്കെങ്ങും കിട്ടിയില്ല. ഞാൻ അതിനിടയിലും അപ്ലൈ ചെയ്യുന്നതിനിടയിലും എൻ്റെ പ്രാർത്ഥനയും, രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എൻ്റെ ഉടമ്പടി ധ്യാനവും ജപമാലയും എല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 1 മാസത്തോളം ഞാൻ അപ്ലൈ ചെയ്തു. എനിക്കൊന്നും കിട്ടിയില്ല. എല്ലാം റിജക്ഷൻസ് ആണ്. നഴ്സുമാരായിരുന്നവർക്കറിയാം ആ സമയത്ത് ഭയങ്കര ക്രൈസിസ് ആയിരുന്നു. ആർക്കും ജോലി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം അവിടെ. അങ്ങനെ ഞാൻ 1 മാസത്തോളം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇവിടുന്ന് എടുത്തിട്ട് പോയ ഉടമ്പടിയുടെ 90 ഡേയ്സ് കാലാവധി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ, ഓസ്ട്രേലിയയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി മാതാവ് ഈശോ എന്നെ അടുത്ത ഇൻ്റർവ്യൂ സെക്ഷനിലേക്ക് എന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു എനിക്ക് ആ ഇൻ്റർവ്യൂ കോൾ തന്നതെന്നുള്ളത്. 90 ഡേയ്സ് എൻ്റെ ഉടമ്പടി കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇന്ന് നവംബർ 8 രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഓൺലൈനിൽ എൻ്റെ ഉടമ്പടി പുതുക്കി. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് ലിസ്മോർ പബ്ലിക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് വന്നു. നവംബർ 14 എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നാവിന്മേൽ പുരട്ടി, ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ ഉപ്പ് വിതറി, എൻ്റെ ഒരു കയ്യിൽ ജപമാല, ലാപ്ടോപ്പിൻ്റെ അപ്പുറം ഇപ്പുറം ഉടമ്പടി തൈലം, ബൈബിൾ, കൃപാസന പത്രം എല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഫാമിലി ഇവിടെ കൃപാസനത്തിലുണ്ടായിരുന്നു. അവരിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്കൊരു ലാഗ് വരാനോ 1 മിനിറ്റ് പോലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും എനിക്ക് അവിടെ എൻ്റെ മാതാവ് ഇടവരുത്തിയില്ല. 100% കോൺഫിഡൻസിലൂടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരുടെ പ്രൊഫഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം ഞാൻ ആൻസർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഞങ്ങൾ കാഷ്വൽ ടോക്കായിരുന്നു. എൻ്റെ ഫാമിലിയെ പറ്റിയും കാഷ്വൽ ടോക്കായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ
ഈ ജോലി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി. എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് പറയുന്നുണ്ട് ഈ ജോലി നിനക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ജനുവരി ആയപ്പോൾ ഞാൻ തിരിച്ച്, കാരണം എൻ്റെ 6 മന്ത്സ് പീരീഡ് കഴിയുമായിരുന്നു, എൻ്റെ വിസ എക്സ്പയർ ആവും. സോ ഞാൻ ന്യൂസിലാൻഡിൽ തിരിച്ച് നാട്ടിൽ വന്നു. ജനുവരി നാട്ടിൽ വന്നു. ഞാൻ ഇവിടെ വന്നു. വീണ്ടും എൻ്റെ ജനുവരി 9 എൻ്റെ ഉടമ്പടി പുതുക്കി. അന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ വഹിച്ചുകൊണ്ട് എനിക്ക് വാഗ്ദാന പേടത്തിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. ഫെബ്രുവരി 14 ആയപ്പോൾ ഞാൻ എൻ്റെ ഓഫർ ലെറ്റർ റിസീവ് ചെയ്തു. ഓഫർ ലെറ്ററിൽ എൻ്റെ മാതാവ് എനിക്ക് ജോലിയുടെ കൂടെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്തത് PR വിസയായിരുന്നു. അത് എൻ്റെ അമ്മയും ഈശോപ്പ എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഈ നവംബർ 20 അതിനിടയിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. ഈ നവംബർ 20 ഞങ്ങളുടെ വിസ ഗ്രാൻഡായി, ഞങ്ങൾക്കത് കിട്ടി. ഈ ജാനുവരി 12 ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ മൂവ് ആവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിസ ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ വിസ കൊടുക്കുന്നതിന് എൻ്റെ ബാച്ചിന് മുമ്പ് വരെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നത് 3 മാസത്തേക്കുള്ള ഹോസ്പിറ്റൽ അക്കോമഡേഷൻ തരുമായിരുന്നു. സോ ഫാമിലി ആയിട്ട് പോകുമ്പോഴും നമുക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ 3 മാസം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വീട് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലുകാർ കാൻഡിഡേറ്റ്സിന് മാത്രമേ അക്കോമഡേഷൻ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് ഇമെയിൽ വന്നു. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്മയോടും ഈശോയോടും ചോദിച്ചു, അമ്മ എനിക്ക് തന്ന ജോലിയാണ്, അമ്മ എനിക്ക് തന്ന PR വിസയാണ്, എനിക്ക് എൻ്റെ ഫാമിലിയെ കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഒരമ്മയ്ക്ക് മാത്രമേ വേറൊരു അമ്മയുടെ വിഷമം മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കെൻ്റെ മക്കളെ എൻ്റെ ഫാമിലിയെ വിട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മയുടെ അൾത്താരുടെ മുമ്പിൽ വന്ന് എനിക്ക് അത്ഭുതകരമായ ഒരു സാക്ഷി എനിക്ക് കുടുംബമായിട്ട് പറയണം. അതിന് എൻ്റെ അമ്മ എനിക്കൊരു വീട് ഒരുക്കി തന്നേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ മക്കളുമായിട്ട് പോകണം. അങ്ങനെ ഞാൻ അവിടുത്തെ നിയമം വെച്ച് നമുക്ക് ഒരു വീടിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലിക്ക് കയറി അവിടുത്തെ സാലറി സ്ലിപ്പ് 2 സാലറി സ്ലിപ്പൊക്കെ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വീട് കിട്ടുകയുള്ളൂ. അത് നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തോ ഒരു വീട് കണ്ടു, എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ അത് അപ്ലൈ ചെയ്യാൻ. ഞാൻ എന്തോ അത് കയറി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൽ വീട് പോയി കാണാനുള്ള ടൈമും ഡേറ്റും വരും. അങ്ങനെ എനിക്ക് ഇമെയിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, അവളും ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന കുട്ടിയാണ്. അവൾ 10 വർഷമായിട്ട് എന്നോട് കുവൈറ്റിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ അവളോട് ചോദിച്ചു, ഇതേപോലൊരു വീടിൻ്റെ ഉണ്ട്, നീ എനിക്ക് വേണ്ടി ഒന്ന് ഇൻസ്പെക്ഷന് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച് അവൾ എനിക്ക് വേണ്ടി ആ വീട് പോയി കണ്ടു. അതിന് ഞാൻ അവളെ മാതാവിൻ്റെ സന്നിധിയിൽ ഓർത്ത് അവളെ കുടുംബത്തിന് നന്ദി പറയുന്നു. അവൾ ആ വീട് പോയി കണ്ടു. വീട് പോയി കണ്ടപ്പോൾ അവളുടെ പ്രോപ്പർട്ടി മാനേജർ, അവർക്ക് വീട് കൊടുത്ത അതേ പ്രോപ്പർട്ടി മാനേജർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ അവരോട് സംസാരിച്ചു, നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രതീക്ഷ വെക്കണ്ട, കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോഴും ഞാൻ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഏജൻറ്റുകാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചാണ് ഓണർ നമുക്ക് വീട് തരികയുള്ളൂ. അവരാദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്ത് 2 ഇംഗ്ലീഷുകാരുടെ പേരുകളായിരുന്നു. എന്തോ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ ആദ്യം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ആ വീട് കിട്ടില്ല രശ്മി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. പിറ്റേ ദിവസം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ആ ഓണറിന് ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാൻ താല്പര്യമില്ല, അവർക്ക് വേറെ ആൾക്കാർക്കാണ് കൊടുക്കാൻ താല്പര്യം. സോ വീണ്ടും പ്രതീക്ഷയായി. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീട് നമുക്ക് കിട്ടും. 15-ാം തീയതി എൻ്റെ മോൻ്റെ ഈ ജനുവരി 26 പാസ്പോർട്ടിൻ്റെ 6 മന്ത്സിന് മുമ്പ് ട്രാവൽ ചെയ്യണം. സോ ജനുവരി 26 മുമ്പ് അവൻ ട്രാവൽ ചെയ്യണം. സോ അല്ലെങ്കിൽ അവൻ്റെ പാസ്പോർട്ട് എനിക്ക് റിന്യൂ ചെയ്യാൻ കൊടുക്കണം. അവൻ കുവൈറ്റിൻ്റെ പാസ്പോർട്ട് ആയതുകൊണ്ട് അത് കൊടുത്താൽ ഒത്തിരി ഡിലേ ആവും കിട്ടാനായിട്ട്. സോ എനിക്ക് ജനുവരി 16 അവന് ഞങ്ങൾ പാസ്പോർട്ടിന് റിന്യൂ ചെയ്യാൻ വേണ്ടി ഡേറ്റ് എടുത്തേക്കാണ്. സോ എനിക്ക് ഡിസംബർ 15. സോ എനിക്ക് ഡിസംബർ 13 ആയപ്പോൾ എനിക്ക് ഏജൻറ്റിൻ്റെ മെയിൽ വന്നു, നിങ്ങളുടെ 2 പേരുടെയും പ്രൊഫഷൻ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്. സോ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ജനുവരി 16 ആയിരുന്നു ഇവൻ്റെ പാസ്പോർട്ട് റിന്യൂവലിന് പോകേണ്ട ഡേറ്റ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ നീ എനിക്ക് വീട് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജനുവരി 15 എനിക്കൊരു ഉത്തരം തരണം. ജനുവരി 15 രാവിലെ എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ അപ്ലിക്കേഷൻ ഓണർ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ആ വീട് തരാൻ അവർ വില്ലിങ്ങാന്ന് പറഞ്ഞുകൊണ്ട്.
സോ ഞങ്ങൾ ഒത്തിരി നന്ദി പറഞ്ഞു. ആ നിമിഷം തന്നെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി. എൻ്റെ ആ ഫ്രണ്ട് ഞങ്ങൾക്കുള്ള സാധനങ്ങളും കുറേയൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഞങ്ങൾ ജനുവരി 12 ഞങ്ങൾ യാത്രയാവുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ പുതിയ വീട്ടിലേക്ക്. ഇത്രയും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഒരുക്കി തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ദേവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിജു. ആദ്യമായിട്ട് ആണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ വൈഫിൽ നിന്ന് തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ആ ഒരു ടൈമിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ന് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാലും വൈഫിനെ കളിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. സോ അങ്ങനെ കളിയാക്കിയ ഞാൻ, എന്നെ മാതാവ് ഇവിടെ കൊണ്ടുവന്ന് കളിയാക്കി എന്നെ കൊണ്ട് സാക്ഷ്യം പറയിക്കുന്നുണ്ടെങ്കിൽ ആ മാതാവ് അത്രയും വലിയ മാതാവാണ്. എനിക്ക് കിട്ടിയ 2 മാതാവിൻ്റെ പ്രസൻസും 2 അനുഗ്രഹങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ 2022 ഏപ്രിൽ കുവൈറ്റിലാണ് ഉണ്ടായിരുന്നത്. നാട്ടിൽ വന്ന് റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. സോ അങ്ങനെ റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അതിൽ റൂൾ ഔട്ട് ചെയ്തത് റൈറ്റ് കിഡ്നി യൂറിട്രും എല്ലാം ഫുൾ സ്റ്റോണാണ്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഒരു സിംറ്റംസ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. കാരണം അത്രയധികം സ്റ്റോൺ ഉണ്ടായിരുന്നു. 22 mm 18 mm മൾട്ടിപ്പിൾ സ്റ്റോൺ ആയിരുന്നു, യൂറിറ്റിലും ഉണ്ടായിരുന്നു. അങ്ങനെ അർജൻറ്റായിട്ട് സർജറി കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നഴ്സുമാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി OET എഴുതാൻ സർജറി കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 3 മൊഡ്യൂൾ കിട്ടി. ഒരെണ്ണം പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും. അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഓൾറെഡി വൈഫിന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വിത്തിൻ 2-3 മന്ത്സിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ എനിക്കത് പിന്നെ മനസ്സിലായി അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നെന്ന്. കാരണം അത് ഫെയിലായി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്തപ്പോൾ വീണ്ടും യൂറിറ്ററിൽ സ്റ്റോണാണ്. വീണ്ടും സർജറി ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് എഴുതി. ഒരു മൊഡ്യൂൾ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ 4 സർജറി ടോട്ടൽ ചെയ്തു. 4 സർജറി ചെയ്തു. അപ്പോഴും OETയും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഒരു പ്ലാനിലുണ്ട്. അപ്പോൾ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ 2023 ഓഗസ്റ്റിൽ 8-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് വിത്തിൻ 28 ഡേയ്സിൽ എൻ്റെ OET റിസൾട്ട് വന്നു. ഞാൻ അടുപ്പിച്ച് 2 വട്ടം കൂടി എഴുതിയായിരുന്നു. ആ 2 എക്സാമും ഞാൻ ക്ലിയറായി. പിന്നെ അത് കഴിഞ്ഞ് നവംബറിൽ അച്ഛൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അച്ഛൻ കിഡ്നി ആ സൈഡിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു, ഇനിയൊരു സർജറിയുടെ ആവശ്യം നിനക്ക് വരില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ സത്യമാണ്, ഇതേവരെ എനിക്കൊരു സർജറി ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷേ സ്റ്റോണുണ്ട്, സ്റ്റോണ് ചെറുതായിട്ടുണ്ട്. പക്ഷെ അതൊരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണെന്ന് ഞാൻ പറയും. കാരണം ചിലപ്പോൾ എല്ലാ അസുഖവും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകും. സോ അതൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് കണക്കാക്കുന്നു. പക്ഷേ എനിക്കൊരു വേദനയോ അല്ലെങ്കിൽ അതുകൊണ്ട് കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇപ്പം ഇല്ല. ആ ഒരു ഉടമ്പടി എടുത്ത് ആ ഒരു 1 മന്ത് സെപ്റ്റംബറിൽ മാതാവിൻ്റെ പെരുന്നാളാണ്. ആ 8 ദിവസവും എനിക്ക് മാതാവിനെ അനുഭവിക്കാൻ ഉള്ളൊരു ഇതാണ്, ആ ഒരു പ്രസൻസ്. നമുക്കത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. ആ 8 ദിവസവും എനിക്ക് തോന്നുന്ന ഒരു 8 ദിവസം 8 നോമ്പിൽ ഒരു 5-6 ഓട്ടമൊക്കെയാണ് ഇതുവരെ പോയിട്ടുള്ളൂ. പക്ഷേ 8 ദിവസവും ഞാൻ വൈഫും കൂടിയിട്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്നേരം ഒരു പ്രത്യേക ഒരു സ്പിരിറ്റായിരുന്നു. എന്താണെന്ന് എനിക്ക് അല്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അത് ആ സ്പിരിറ്റ് എനിക്ക് കിട്ടിയത്. ആ 8 ദിവസവും 8 സ്ഥലത്തായിരുന്നു. കാരണം കുവൈറ്റിൽ പലയിടത്താണ് കുർബാന. 8 ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മാതാവിൻ്റെ പ്രസൻസ് അനുഭവിച്ച ആളാണ്. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ ഒരു എക്സാമിന് ന്യൂസിലാൻഡ് ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് ന്യൂസിലാൻഡ് പോയപ്പോഴായിരുന്നു എനിക്ക് ഇത്. അറിയുമെന്നറിയില്ല, ഒരു 4 to 5 lakhs നമുക്ക് ആ എക്സാമിന് ചിലവ് വരും മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഞാൻ പോകുന്നതിന് മുമ്പ് വരെ ഒരു വീക്കിലി ഒരു 80 ആൾ എഴുതിയാൽ ഒരു 20 താഴെ മാത്രമേ ജയിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫെയിലാണ്. അങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ച ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നു. രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോവില്ല. വൈകിട്ട് വന്ന് ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, നടക്കും തോന്നുന്നില്ല, എനിക്കിപ്പോൾ ഒരു ഫ്ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വന്നേനെ, വെറുതെ പൈസ കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും എല്ലാം കൊണ്ടാണ് പോയത്, അപ്പോൾ അത് വെച്ച് ധൈര്യമായിട്ട് പൊക്കോ, റിസൾട്ട് എന്തായാലും മാതാവ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞു. സോ ആ പിറ്റേ ദിവസം, മൂന്നാമത്തെ ദിവസം ഞാൻ 2 ദിവസം എന്നെ കൊണ്ട് ഒന്നും നടന്നില്ല. മൂന്നാമത്തെ ദിവസം ആ തൈലം എൻ്റെ നാക്കിൽ പുരട്ടിയിട്ട് ഞാൻ സ്റ്റേഷൻ പെർഫോം ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, അത്ര നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് എക്സാം എഴുതാൻ പോയി. ഞാൻ ഈ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഈ കാശുരൂപം നമുക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ലെറ്ററിൽ സൈൻ ചെയ്ത് കൊടുക്കണം. ഒരു ചെയിനോ ഒരു റിങ്ങോ ഒന്നും തന്നെ നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കാശുരൂപം എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ബനിയനിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഉണ്ട്. അങ്ങനെ ഞാനും ചെയ്തു, ഞാനും പോയി. എനിക്ക് 1% പോലും ഭയം എന്നുള്ള ഒരു എക്സാമിന് ഇരുന്നപ്പോൾ ഇല്ലായിരുന്നു. അത് എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് 100% മനസ്സിലായ ഒരു സമയമായിരുന്നു. ആദ്യം കയറി 5 സ്റ്റേഷനും അവിടെ ഇരുന്ന എക്സാമിനർ പോലും അത്രയ്ക്കും മീൻസ് ഇവൻ എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ ഒരു കോൺഫിഡൻസിൽ സംസാരിക്കാൻ, ആ ഒരു ഇത് അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ പാസ്സാവോ ഫെയിലാവോ എന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷേ എനിക്ക് ആ ഓരോ സ്റ്റേഷൻ കയറുന്നതിന് മുമ്പും ഞാൻ ആ കാശുരൂപത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പെർഫോം ചെയ്ത് 5 സ്റ്റേഷൻ നന്നായി ചെയ്തു. 6ാമത്തെ സ്റ്റേഷൻ കയറാൻ ചെന്നപ്പോൾ കാശുരൂപം അവിടെ ഇല്ല. അത് ഈ ഓരോ റൂമിൽ കയറി ഇറങ്ങി അത് മിസ്സായിപ്പോയി. സോ എന്നാലും ഞാൻ 10 സ്റ്റേഷൻ കഴിച്ചു, കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മളെ ഒരു ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തും. ആ ഹാളിൽ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ എക്സാമിനർ ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് വന്നു, ഇത് ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ, കാരണം അവർ ഈ സത്യസന്ധതയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ്. നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചാൽ നമ്മുടെ എക്സാം ഫെയിലാവും. പക്ഷേ എനിക്ക് കാശുരൂപം വേണം, ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ പറഞ്ഞു എൻ്റെ ആണെന്ന് പറഞ്ഞു. സോ അവരൊരു പുഞ്ചിരിയോടുകൂടി എനിക്കത് തന്നിട്ട്, അവർക്ക് മനസ്സിലായി അതൊരു ഗോഡാണെന്നുള്ളത്. സോ അവരെനിക്ക് തന്നു, അത് കഴിഞ്ഞ് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആ എക്സാം പാസ്സായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, കാരണം ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ അമ്മേനെ നെഗ്ലക്റ്റ് ചെയ്തെങ്കിൽ, ഞാൻ അറിയാണ്ടതുപോലെ ഇരുന്നെങ്കിൽ 100% ഞാൻ ഫെയിലായിരിക്കും. അപ്പോൾ അത് അമ്മ എന്നെ ഒന്ന് പരീക്ഷയാണ്, 100% എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോഴും ഞാൻ ആ സ്റ്റിച്ച് ചെയ്ത ആ നൂല് പൊട്ടിയിട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാലേ അത് രൂപം താഴെ പോവുള്ളൂ. പൊട്ടിയിട്ടില്ല. ഞാൻ എന്നിട്ട് വൈഫിനും കാണിച്ചു കൊടുത്തു. സോ 100% ഞാൻ വിശ്വസിക്കുന്നു മാതാവ് എന്നെ പരീക്ഷിച്ചാണ് എന്ന്. അത് വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, അതുവരെ ഭയങ്കര ടഫായിരുന്ന എക്സാം ഞാൻ എഴുതിയ ആ ബാച്ച് തൊട്ട് അവർ എന്തോ കംപ്ലൈൻ്റൊക്കെ ചെന്ന് കുറച്ചുകൂടി എക്സാം ലിബറലായിട്ട് കറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു ഓർഡർ വന്ന് 1 മന്ത് ഹോൾഡ് ചെയ്തു എൻ്റെ ആ ബാച്ച് തൊട്ട്. അതുകൂടി എനിക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലമാണെന്നുള്ളത്. സോ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ എന്ന് ഈ കൃപാസനത്തിൽ വന്നാലും എൻ്റെ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് അത് ഈ അകത്ത് കയറുമ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എൻ്റെ അവിടെ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് 6 മാസമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുവൈറ്റിൽ നിന്ന്. സോ ഇവിടെ വന്ന് ഞാൻ ലീവിന് വരുന്നതിന് മുമ്പ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വന്നു. ഇവിടെ വന്ന് എടുത്തു നോക്കിയപ്പോൾ, ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മൊബൈൽ നോക്കുമ്പോൾ കാണുന്നത് അത് അപ്രൂവലായി എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് വൈഫിന് ഇൻ്റർവ്യൂ കിട്ടിയതും. പിന്നെ ഇന്നലെ രാത്രി 7 മണിക്കാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള എൻ്റെ സെറ്റിൽമെൻറ്റ് മണി അതും ഇന്നലെ എനിക്ക് ക്രെഡിറ്റ് ആയി. സോ എനിക്ക് ഇവിടെ വരുമ്പോൾ എന്നും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി. ഈശോയ്ക്കും. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഉടമ്പടി പത്രം ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കും ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. കൃപാസന പത്രം,
വീടുകളിൽ കയറി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളിൽ ഉപാസന പത്രം കൊടുക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാറ്റസായിട്ടും ഫേസ്ബുക്കിലൂടെയൊക്കെയും ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുക്കും, സാക്ഷ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത വേല ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഓർഫനേജ് ഉണ്ട് വീടിനടുത്ത്. ഞങ്ങൾ കുടുംബമായി അവിടെ ഓർഫനേജിൽ ഞങ്ങൾ പോകും. അവിടെ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആരോരും ഇല്ലാത്തവർ, അവർ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര കാര്യമാണ്. അവരുമായിട്ട് പോകും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ആനിവേഴ്സറി അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെയാണ് പോയി ആഘോഷിക്കുന്നത്. അവർക്ക് മന്ത്ലി നമ്മൾ ഫുഡ് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. സാമ്പത്തികമായി ആരും ഞങ്ങളുടെ അടുത്ത് കൈനീട്ടി വന്നാലും ഞങ്ങൾ അവർക്ക് ഞങ്ങളെക്കാൾ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മോളുടെ സ്കൂളിൽ മോളാണെന്നുണ്ടെങ്കിൽ കൃപാസന പത്രം അവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവളുടെ ക്ലാസ്സിൽ അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കും. പിന്നെ അവളുടെ ഫ്രണ്ട്സ്, അവൾ പറയാറുണ്ട്, ഫ്രണ്ട്സ് പഠിക്കാൻ ബാക്കിലായിട്ടുള്ളവരും പഠിക്കാൻ മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ അവളോട് വിഷമങ്ങൾ പറയുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസ് അവളുടെ ചില ഫ്രണ്ട്സുകൾ സംസാരിക്കുമ്പോൾ അവൾ മാതാവിനെ ഈശോയെയും പറ്റി അവൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവളുടെ കഴിയുന്ന പോലെ അവൾ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ന്യൂസിലാൻഡിലായിരുന്ന സമയത്ത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2 വട്ടം സുഗന്ധാഭിഷേകം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നീലത്തിരിയിൽ നിന്ന് ഞങ്ങൾക്ക് മാതാവിൻ്റെ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം കിട്ടി. പിന്നെ ഞങ്ങൾക്ക് കുവൈറ്റിൽ വെച്ചും നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നീലത്തിരിയിൽ നിന്നാണ് കിട്ടാറുള്ളത്. അത് ഉരുകി വീഴുന്നത് 2 പ്രാവശ്യവും ഞങ്ങൾക്ക് വലിയൊരു ഹാർട്ട്, മാതാവിൻ്റെ ഈശോയുടെ ഹൃദയം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങളെന്നും അമ്മയോടും ഈശോയോടും ചേർന്നിരിക്കും. അമ്മയുടെയും ഈശോയപ്പായുടെയും പ്രേക്ഷിത വേല ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഈശോയും മാതാവും ഞങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അമ്മയെ വിളിച്ച് ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, നമ്മൾ മാനുഷികമായി ഒത്തിരി തെറ്റ് ചെയ്യുന്നവരാണ്, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ തെറ്റുകളിൽ നമ്മൾ അനുദപിച്ച്, എന്നും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അനുദപിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഈശോയുടെയും സന്നിധിയിൽ നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. അത് ഞങ്ങളുടെ ജീവിത അനുഭവമാണ്. ഇത്രയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സേറ, ഞാൻ 7th ഗ്രേഡിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വന്നത് വെച്ചാൽ, എൻ്റെ ലൈഫിൽ മാതാവ് ഈശോയും വന്നത്, പിന്നെ എനിക്ക് വന്ന വലിയ ചേഞ്ചസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ എനിക്ക് പള്ളിയിൽ പോകുന്ന കേട്ടാലേ എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. സൺഡേ സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ബൈബിളൊക്കെ ഞാൻ വളരെ കുറവായിരുന്നു റീഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെ നവംബറിൽ അച്ഛൻ കുവൈറ്റിൽ 7, 8, 9 ആ ഡേറ്റ്സിൽ വന്നപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, സാറാ അച്ഛൻ വരുന്നുണ്ട്, നിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് മമ്മി, ഞാനും എല്ലാവരും, പപ്പ എല്ലാവരും കൂടെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ പോയി കണ്ടു. അച്ഛൻ എനിക്ക് ബ്ലെസ്സിങ്സ് തന്നു എൻ്റെ ബർത്ത്ഡേക്ക് വിഷായിട്ട്. ഞാനന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്നേരം മമ്മി പറഞ്ഞു, സാറാ നിനക്ക് മാതാവ് ബ്ലെസ്സിങ് തന്നെ, അത് നീ നീ ഒരു ബെറ്റർ പേഴ്സൺ ആവണമെന്ന് മമ്മി എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് പിന്നെ മമ്മിയും പപ്പയും പോയപ്പോൾ എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇവനും ഞാനും എൻ്റെ ഗ്രാൻഡ് പാരൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് വന്നപ്പോൾ വീട്ടിൽ കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പപ്പയോടും മമ്മിയോടൊന്നും പറയാറില്ല ഇത്, ബിക്കോസ് അവർ ആർഗ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാർഡാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കിത് മാതാവിനോട് മാത്രമേ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. അത് പിന്നെ കഴിഞ്ഞിട്ട് 2024 ഭയങ്കര ഒരു ഹാർഡ് ഇയർ ആയിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയും പപ്പയും വന്നപ്പോൾ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മേലെ തന്നെ കുറേ ചേഞ്ചസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകാനൊന്നും പറ്റില്ലാത്ത എനിക്ക് തന്നെ അറിയില്ല, ഞാൻ തന്നെ ചേഞ്ച് ആവുണ്ടായിരുന്നു. എനിക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അവർ തന്നെ ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങൾ ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ കുറേ പേര് എനിക്ക് അറിയാൻ പറ്റി.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് മാസം മുന്നേ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറാ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്കറിയില്ല ഇവരൊന്നും, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നീ എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യുമോ? എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അവരോട് തന്നെ മാധവനും ഈശോനും കുറേ കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അവരെന്നെ കുറേ കോംപ്ലിമെൻറ്റ് ചെയ്തു. എനിക്കതൊക്കെ ഭയങ്കര കംഫർട്ടിങ് ആയി. പിന്നെ ഈ ഇയറിൽ ഞാൻ കുറേ കാര്യം പഠിച്ചു. കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് ദൈവത്തിനെ പറ്റി അധികം ഒന്നും അറിയില്ലെന്നു. ഞാൻ ഈ പ്രാവശ്യം എങ്ങനെ ഗോഡിൻ്റെ കുറേ റൂൾസ് പഠിച്ചു, എങ്ങനെ ഒബൈ ചെയ്യണം, എങ്ങനെ ഫൊർഗീവ് ചെയ്യണം എന്നൊക്കെ ഞാൻ കുറേ നല്ല കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് കഴിഞ്ഞ 2024 വന്ന കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഞാൻ ഈ ഇയറിലാണ് മനസ്സിലാക്കിയത്. മേ ബി ഇത്രയും ഭയങ്കര പാടായിട്ട് വന്ന എല്ലാ പ്രോബ്ലംക്കും ഞാനാണെങ്കിൽ ഭയങ്കര മെൻ്റലി സ്ട്രോങ് ആയി. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ആര് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനാണെങ്കിൽ എപ്പോൾ പോയാലും എനിക്ക് ഭയങ്കര ബ്രേവ് ആൻഡ് കോൺഫിഡൻ്റ് ആണ് ഞാൻ ഇനി മേ ബി കഴിഞ്ഞ വർഷം ഇത്രയും വന്ന പ്രോബ്ലംസൊക്കെ ഞാൻ ഇനി ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ എനിക്ക് ഇതിനേക്കാളും വേഴ്സ് വരാനായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി എനിക്ക് മാധവ് ഈശോനെ എനിക്ക് മെൻ്റലി സ്ട്രോങ് ആക്കി വിടാനായിരുന്നു എന്ന് എനിക്ക് അറിയാം. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പത്രം കൊടുക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ കുറേ പേര് കൃപാസനത്തെ പറ്റി പറയാറുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാൻ മാധവൻ ഈശോൻ ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് താങ്ക്സ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. സിജുവിൻ്റെയും രശ്മിയുടെയും വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഇവിടെ പങ്കുവച്ചത്. നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടിയുടെ എല്ലാ കണ്ടന്റുമുള്ള ഒരു വലിയ സാക്ഷ്യമാണിത്. ഒരു കുടുംബം പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്ന ഉടമ്പടി ജീവിതത്തിലൂടെ അവർ മുന്നേറിക്കൊണ്ട് ഈശോയിലുള്ള വിശ്വാസം തലമുറകളിലേക്ക് കൈമാറുവാൻ മാത്രം അവരെ പരിപക്വമാക്കിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെയും ഈശോയുടെ അഭിഷേകം നിറഞ്ഞ ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് അവരിപ്പോൾ നമ്മോട് പങ്കുവച്ചത്. സിജു ഇവിടെ പങ്കുവെക്കുകയായിരുന്നു, ഞാൻ എപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെ ഓർത്ത് എവിടെയെങ്കിലും ഒരു രജിസ്ട്രേഷൻ ചെയ്തു, ഓൺലൈൻ രജിസ്ട്രേഷൻ ആയാലും ഇവിടെ വന്ന് കാലുകുത്തി ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് ഈശോയിൽ നിന്ന് ഒരു ബൈ പറഞ്ഞു പോകുമ്പോഴായാലും അവിടെയെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ വലിയ വലിയ ഇമ്പോർട്ടൻ്റ് തീരുമാനങ്ങൾക്ക് ഈശോ ഉത്തരം നൽകിയ ദിവസങ്ങളായിരുന്നുവെന്ന്. നമുക്കറിയാം, നാം എവിടെയായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നാം എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, മനസ്സിലായാലും പേപ്പറിലായാലും കമ്പ്യൂട്ടറിലായാലും ഓൺലൈനിലായാലും നാം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്ത് അവർക്ക് സൈൻ കൊടുക്കുന്ന സാമീപ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അതുപോലെ തന്നെ സമയച്ചുരുക്കത്തിൻ്റെയും ജീവിതഭാരം കുറയ്ക്കുന്നതിൻ്റെയും അവരുടെ സ്റ്റാറ്റസിനെ ഉയർത്തുന്നതിൻ്റെയും എല്ലാം അവർക്ക് സമൃദ്ധി നൽകുന്നതിൻ്റെയും എല്ലാ ഉടമ്പടി കണ്ടന്റുകളും നിറഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം എപ്പോഴെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറെ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നുപോയപ്പോൾ സിജു പ്രസ്താവിച്ചതുപോലെ ഞാൻ എൻ്റെ 5 സ്റ്റേഷനിലും എൻ്റെ അമ്മ കൂടെ വന്നു. ഒരല്പം പരീക്ഷണമെന്നോണം ഞാൻ എവിടെയാണോ എൻ്റെ അമ്മയെയും ഈശോയെയും ഞാൻ നെഗ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് അവിടെ ഞാൻ ഈശോയെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഒരു സ്വർണം നഷ്ടപ്പെടാനുള്ള ഒരു തങ്കം നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് പോലെയായിരുന്നു അത്. ഞാൻ പരിശുദ്ധ അമ്മയെ കൈവിട്ടില്ല, അത് എൻ്റേതാണ്, ആ കാശുരൂപം എൻ്റേതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും അദ്ദേഹം പ്രസ്താവിക്കുന്നു. എനിക്ക് എല്ലാ സ്റ്റേഷനിലും എൻ്റെ ഇൻ്റർവ്യൂസിൽ എപ്പോഴും വലിയ കോൺഫിഡൻസ് നൽകി. രശ്മിക്കും അത് തന്നെയാണ്. എൻ്റെ കോൺഫിഡൻസ് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഈ കോൺഫിഡൻസ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഉടമ്പടി എടുത്ത് 28 ഡേയ്സിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ OET പാസ്സാക്കി കൊടുത്തൊരു വലിയ ഇവരുടെ എല്ലാ സാക്ഷ്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇവരെ ഈശോയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി. നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പ് ലഭിക്കുന്നതും ഉറപ്പ് കൊടുക്കുന്നതും ഉറപ്പേകുന്നതുമായ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ലോകത്തോട് ഏറ്റുപറയാനുള്ളത് ക്രിസ്തു സാക്ഷ്യമാണ്, ക്രിസ്തു കൈമാറ്റമാണ്.
വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈശോയെ അനുഭവിച്ച നിമിഷം മുതൽ പൗലോസ്ലീഹയ്ക്കുള്ള അനുഭവം പോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് അടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരിക്കലും ഈശോ രക്ഷകനാണോ എന്ന് സംശയിച്ചിട്ടില്ല. കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോഴും ഈശോയെ കാണാതെയായപ്പോഴും ഈശോ കുരിശിൽ കിടന്നപ്പോഴും ഒന്നും മറ്റുള്ളവർ നാം ഓരോരുത്തരും സംശയിച്ചതുപോലെ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഈശോയെ സാക്ഷ്യപ്പെടുത്തിയ വലിയ സൗഖ്യത്തിൻ്റെയും അനുഭവങ്ങളുടെയും സാക്ഷ്യമാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സിജുവിൻ്റെയും രശ്മിയുടെയും സാക്ഷ്യത്തോട് നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.